റമദാനിൽ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കണം. അത് പ്രത്യേകം സുന്നത്താണ്. മഹാന്മാരായ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നേരിൽ കണ്ടു പഠിച്ചതാണ്. അത് 20 റക്അത്ത് തറാവീഹാണ് സഹാബത്ത് കണ്ടുപഠിച്ചത്. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാണ് നടപ്പാക്കിയത്. ആ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കണം. റവാത്തിബ് സുന്നത്തുകൾ കൊണ്ടുവരണം. അതേപോലെ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ കൊണ്ടുവരണം. ഖുർആൻ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു റമദാനിൽ 60 ഖത്മാണ് ഓതി തീർത്തത്. 60 ഖത്ം ഓതിയില്ലെങ്കിൽ 6 ഖത്മെങ്കിലും ഓതാൻ ഞാനും നിങ്ങളും അവസരം കണ്ടെത്തണം. ഖുർആൻ ധാരാളമായി ഓതണം. സലാത്ത് ധാരാളമായി വർദ്ധിപ്പിക്കണം. അനാവശ്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം. നോമ്പ് എന്ന് പറയുന്നത് വല്ലാത്ത ഇബാദത്താണ്. സുബ്ഹി മുതൽക്ക് മഗ്രിബ് വരെ ഇബാദത്താണ്. ആ പുണ്യകരമായ ഇബാദത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബിസിനസ് നടത്താം, നമുക്ക് ജോലി എടുക്കാം, നമുക്ക് യാത്ര പോകാം, നമുക്ക് എന്തും ചെയ്യാം. നിസ്കാരം പോലെയല്ല. നിസ്കാരത്തിൽ നടന്നാൽ നിസ്കാരം ബാത്തിലാകും. നിസ്കാരത്തിൽ നമ്മൾ സംസാരിച്ച നിസ്കാരം ബാത്തിലാകും. നിസ്കാരത്തിൽ വേറൊരു ജോലി എടുത്താൽ നിസ്കാരം ബാത്തിലാകും. നോമ്പങ്ങനെയല്ല. നോമ്പ് നോറ്റുകൊണ്ട് തന്നെ ആ ഇബാദത്തിലായിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജോലികളെല്ലാം എടുക്കാം. പക്ഷേ നമ്മൾ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും പാടില്ല. അതുപോലെ തുറന്ന ദ്വാരങ്ങളിലൂടെ യാതൊന്നും ഉള്ളിലേക്ക് പോകാൻ പാടില്ല. ഛർദി ഉണ്ടാക്കി ഛർദിക്കാൻ പാടില്ല. താനേ ഛർദിച്ചു പോയാൽ കുഴപ്പമില്ല. നന്നായി തൊള്ള കഴുകി വൃത്തിയാക്കിയാൽ മതി. ഇതുപോലെ സ്വന്തം പ്രവർത്തനം കൊണ്ട് അവൻ സ്ഖലനമുണ്ടാക്കാൻ പാടില്ല. അതേപോലെ ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് നോമ്പിന് പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് മാറി നിന്നാൽ അവന് പോവുകയും നടക്കുകയും പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒക്കെ അവൻ ഇബാദത്തിൽ തന്നെയാണ്. അവനതാ അവന്റെ ബാത്റൂമിലേക്ക് പോകുന്നു, അവൻ ടോയ്ലറ്റിലേക്ക് പോകുന്നു. ടോയ്ലറ്റിൽ ഇരിക്കുമ്പോഴും അവൻ ഇബാദത്ത് തന്നെയാണ്. നോമ്പ് എന്ന ഇബാദത്തിലാണ്. അതൊരു വല്ലാത്ത പുണ്യകർമ്മമാണ്. അതിന് അള്ളാഹു കൊടുക്കുന്ന വലിയ പ്രതിഫലം, അതേ അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യമാണ്. അത് വലിയ ഒരു പുണ്യകർമ്മമാണ്. ആ നോമ്പ് വളരെ കൃത്യമായി നമ്മൾ നോമ്പെടുക്കണം. അതേപോലെ അല്ലാഹു തആല നിർബന്ധമാക്കിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ എടുക്കണം. കൃത്യമായി 5 വഖ്ത് എപ്പോഴും നിസ്കരിക്കണം. ഒരു നിസ്കാരവും ഒരു മനുഷ്യനും ഖളാക്കരുത്. നിസ്കാരം ഖളാക്കിയ പിന്നെ എന്ത് മുസ്ലിമാണ്? നിസ്കാരമില്ലെങ്കിൽ പിന്നെ അവനെന്ത് മുസ്ലിമാണ്? അതുകൊണ്ട് കൃത്യമായി 5 വഖ്ത് നിസ്കരിക്കണം.